ചായ വെക്കും ഏട്ടൻ. ഏട്ടൻ ചായയൊക്കെ വെക്കും, അടിപൊളിയായി ചായ വെക്കും. എന്നെക്കാട്ടിയും കൂടുതൽ നേരെ ചായ വെക്കും ഏട്ടൻ. ചായ മാത്രമേ വെക്കുള്ളൂ കേട്ടോ. പാൽ അരിച്ചതല്ലേ ഏട്ടാ അവിടെ നിന്ന്? ചായ തിളക്കട്ടെ അടിപൊളിയായിട്ട്. ചായക്ക് മധുരം ഇടില്ല ഏട്ടാ, കാര്യമായിട്ട് ഏട്ട ഇടില്ല, ഞാൻ കുറച്ചിടും. ഉണ്ണിക്ക് പിന്നെ തീരെ വേണ്ട മധുരം. ഉണ്ണി ചായ കുടിക്കില്ല, മധുരം കുറവാണ്. അച്ഛൻ ഷുഗർ കട്ടാ? എനിക്ക് ഷുഗറൊന്നുമില്ല കേട്ടാ, ഷുഗറൊന്നുമില്ല, മധുരം കുറച്ചെന്ന് മാത്രം. വെയിറ്റ് കുറയ്ക്കാൻ. അതെ. അരിയിട്ട് കേട്ടോ, റേഷനരിയാണ്. ചൂടുവെള്ളം ഒഴിച്ച് കഴുകണം, നല്ല നിറം വരും. നല്ല തിളച്ച വെള്ളമിട്ട് കഴുകും. അരി നന്നായി വെളുത്തു കിട്ടും. 5 പ്രാവശ്യം കഴുകി. കുറച്ച് ചോറിൻ്റെ മേലെ വെള്ളം വെക്കട്ടെ കേട്ടോ, എന്നാലും ചോറിൽ ഒഴിച്ചു കൊടുക്കണം. ഒരാഴ്ച അരക്കിലോ മണ്ടയ്ക്ക് വാങ്ങിയിട്ട് വാടിപ്പോയി, പരിവ് പോയി. നന്നായി കഴുകിയാണ് 3-4 പ്രാവശ്യം. ഇന്ന് തേങ്ങയില്ലാത്ത ഒരു വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എളുപ്പത്തിലുള്ള വെണ്ടയ്ക്ക കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചെറിയ ഉള്ളി എടുക്കണേ, നമുക്കറിയാം, നാട്ടിൽ പണിയൊന്നുമില്ല കേട്ടോ. നമുക്ക് വെണ്ടയ്ക്ക കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ, ചൂടാവട്ടെ. കുറച്ച് കടുകിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടട്ടെ. ഒരു വറ്റൽമുളക്, ഒരു 2 കറിവേപ്പില, ഒരു 15 ചെറിയ ഉള്ളി, രണ്ടല്ലി വെളുത്തുള്ളി, ഉള്ളി നന്നായി വഴണ്ട് വരട്ടെ. ഉള്ളി വഴണ്ട് വന്നു. അതിലേക്ക് ഒരു പച്ചമുളക്, ചെറിയൊരു തക്കാളി, ഒരു 1/4 കിലോ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. അത് ഇതിലിട്ട് കൊടുക്കും. വെണ്ടയ്ക്കൻ്റെ വഴുവഴുപ്പ് നന്നായി പോകണം, നല്ല വഴറ്റിയെടുക്കണം. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വഴണ്ട് വന്നു. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നല്ല മണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഈ കുറച്ച് വെച്ചിട്ടാണ് പൊടികളുടെ പച്ചമണയൊക്കെ പോയി. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി പിഴിഞ്ഞത് കേട്ടോ, പിഴിഞ്ഞ് വെച്ചാണ്.
കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടാ. നന്നായി ഒന്ന് തിളക്കട്ടെ. വെണ്ടയ്ക്കക്കറി റെഡി ആയിട്ടാ. സൂപ്പർ വെണ്ടയ്ക്കക്കറി. ഇത്രയേ ഉള്ളൂ, തേങ്ങയില്ലാത്ത വെണ്ടയ്ക്കക്കറി. എന്താ അടിപൊളിയാണ്. ആവി വറക്കണം. നല്ല കുറുകിയതണ്ട. എന്താ ചെയ്യുന്നേ? കാബേജ് ഉപ്പേരി വയ്ക്കാം. ഇതിൽ ഉള്ളി പച്ചമുളക് കാബേജൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ടാണ്. എവിടെ നോക്കട്ടെ. കുറച്ച് കറിവേപ്പില 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 തിരുമ്മി തരുന്നു. കുറച്ച് ഉള്ളി, ഒരു സവാളാട്ടാണ്, പച്ചമുളക്, 3 പച്ചമുളക് കിട്ടുന്നു. ശകലം കറി വയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ശകലം മഞ്ഞപ്പൊടി 1 സ്പൂൺ മതി. കുറച്ച് മതി. 1 സ്പൂൺ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കലുള്ളൂ. ഉപ്പാണ് പ്രശ്നം. പ്രശ്നമൊന്നും ഉപ്പ് ഞാൻ പറയില്ല, എത്ര ഇടും നോക്കട്ടെ. ഇതൊക്കെ പാകത്തിന് ഇട്ടാൽ മതി. ഇനി ഈ സാധനം എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക, തിരുമ്പി വയ്ക്കുക. കാബേജ് ഉപ്പേരി വയ്ക്കേട്ടാ. ഇന്നത്തെ കുക്കിങ് ഞാനാണ്. കുറച്ച് വെളിച്ചെണ്ണ മതി. തോന്നിയ കുറച്ച് കടുക് ഇട്ടാ, ലേശം ഉഴുന്ന്, ഓരോ കാബേജ് തിരുമ്പി വെച്ചത് ഇടാന്ന്. അറിയൊന്നുമില്ലാട്ടോ, പഠിപ്പിക്കണം. ഫസ്റ്റ് ട്രൈ. ആദ്യമായിട്ട് വെക്കണം. അല്ല പുളിച്ചാറൊക്കെ വെക്കും. മുട്ട പൊരിച്ച് അത് പണിയല്ല, കൂട്ടാനില്ല. ഇത് തോരനായത് കൂടി വെച്ചിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കയറി വെക്കും. എന്ത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാടാ. റെഡിയായോ കാബേജ്? ആ അടിപൊളിയായി. ഇതാ പേര് റെഡി ആയിട്ടാ. കേട്ടാ, മത്തൻ്റെ ഇല താളിപ്പാണിതാ. ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ചീരി. അതെ, താളിപ്പാണിത്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക കറിയിട്ടാ. പിന്നെ ഇതാ ഏട്ടൻ്റെ കാബേജ് ഉപ്പേരി, ഏട്ടൻ്റെ തോരനാണിത്. എന്താ വെണ്ടയ്ക്കക്കറി. ഇങ്ങനെ വെണ്ടയ്ക്കക്കറി ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കട്ടാ, സൂപ്പർ ടേസ്റ്റാണ്. ഇത് 3 തേങ്ങയില്ലാത്ത കറിയാണ്. താളിപ്പുണ്ടെങ്കിൽ ഒന്നും വേറെ വേണ്ട, പക്ഷെ ഞാൻ വെച്ചു മാത്രം. വെണ്ടയ്ക്ക് വാടിപ്പോകുന്നുണ്ട്. ഉണ്ണിക്ക് താളിപ്പുണ്ടെങ്കിൽ ഒന്നും വേണ്ട കേട്ടോ. വേറെ ഞങ്ങൾ 3 ആളും കൂടി ഇവിടെ തന്നെ ഇരിക്കട്ടെ, പുറത്തിരുന്ന് ചോറ് കഴിക്കുക. നല്ല രസമാണ്, നല്ല കാറ്റും കൊണ്ട്, അടുപ്പിൻ്റെ ചോറിൽ ചൂടും കൊണ്ട്. ചൂടില്ല, ചൂട് പോയി. ഞങ്ങൾ ചോറിട്ട്. അപ്പോൾ ഇത്രയുള്ള പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നത്. ടാറ്റാ.